കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ വിധി നിർണ്ണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 72 മണിക്കൂറുകൾ മാത്രം. അപ്പോൾ ഈ കഴിഞ്ഞ 72 മണിക്കൂറിൽ ഈ നിയമസഭാ പ്രചാരണം എത്രമാത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഈ ചർച്ച. അതിന് 3 നിർമ്മിത ബുദ്ധി എഞ്ചിനുകൾ ആണ് ഈ താരതമ്യ പഠനം നടത്തി നമ്മുടെ മുമ്പിൽ ഈ വിവരങ്ങൾ തന്നിരിക്കുന്നത്. അതിലേക്ക് വീണ്ടും സ്വാഗതം. അരുൺ, എന്താണ് വാട്ട് ഈസ് ലേറ്റസ്റ്റ്? കഴിഞ്ഞ 72 മണിക്കൂറിൽ മാനിഫെസ്റ്റോകൾ വന്നു, വളരെ ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചു, നടന്നില്ല. അത് വളരെ പെട്ടെന്ന് പേഴ്സണൽ ബാറ്റിലുകളിലോട്ട് പോയി. പ്രകടന പത്രികയ്ക്ക് യാതൊരു പ്രസക്തിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് സോഷ്യൽ മീഡിയയിലെങ്കിലും എസ്പെഷ്യലി. അതിനെ ബേസ് ചെയ്ത് പോസ്റ്ററുകൾ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ വരുന്നുണ്ടെന്നുള്ളതല്ലാതെ പ്രകടന പത്രിക മൊത്തമായിട്ടൊരു ചർച്ചയോ അതിന്റെ ബേസിൽ ഒരു പുറത്തുമില്ല എന്ന് പറയാം. സംവാദം എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ഡിബേറ്റ് ഇല്ല, അതിന്റെ വർത്തമാനം ഇല്ല. രണ്ടാമത് രാഹുൽ ഗാന്ധി മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട്സിൽ വന്നു, അതിന്റെ ഒരു പ്രതിഫലനം. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും വന്നു. അത് രണ്ടുപേരുമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 72 മണിക്കൂറിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ. അപ്പൊ അവരിലൂടെ ഉണ്ടായ റീലുകൾ, അവർ പറഞ്ഞ ചില വിഷയം, അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ 72 മണിക്കൂറിൽ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ChatGPTയും ക്ലോഡും ജെമിനിയാണ്. അപ്പൊ ഇവരെ ഈ 3 മുന്നണികളെയും കമ്പയർ ചെയ്ത് ചില വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ ചെയ്യും. അപ്പൊ അതില് നമ്മുടെ LDFന്റെ ക്യാമ്പയിൻ നോക്കിയാൽ ഇപ്പൊ ജെമിനി അതിനെ ഒരു ഡിഫെൻസീവ് ഫോർട്രസ് എന്നാണ് വിളിക്കുന്നത്, ഒരു പ്രതിരോധത്തിന്റെ കോട്ട. അതായത് ആക്രമണത്തെ തടയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ആക്രമണം മുന്നിൽ നിന്ന് നയിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സൂചന. ഇല്ല, അപ്പൊ ദേ ആർ മോസ്റ്റ്ലി റിയാക്റ്റീവ്. അപ്പൊ അത് ക്ലോഡ് ലേറ്റ് ആൻഡ് മാനേജ്ഡ് എന്ന് പറയുന്നു. പക്ഷേ തുടക്കം മുതൽ അത് തന്നെയാണ് ഇവർ കാണുന്ന ഒരു രീതി. അപ്പൊ CPM അല്ല അജണ്ട സെറ്റ് ചെയ്യുന്നത്, LDF അല്ല അജണ്ട സെറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവർ സെറ്റ് ചെയ്ത അജണ്ടയുടെ പിന്നാലെ പോവോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യലാണ് അവർ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്ന വിഷയത്തിൽ നമുക്കറിയാം, പുള്ളി റേസ് ചെയ്ത ഇഷ്യൂസ്. അപ്പോൾ അതിനെ ഹിസ്റ്റോറിക്കൽ ഇല്ലിറ്ററസി ഒക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു. അതൊരു ക്ഷീണമാണോ അതിന്? ഈ രംഗത്തെ സാന്നിധ്യത്തിന് ഈ പ്രതിരോധത്തിൽ ഊന്നിയാൽ അതൊരു സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ മുഴുവൻ തടഞ്ഞു നിർത്തുകയല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നില്ലെങ്കിൽ അത് യുദ്ധത്തിൽ ഒരു ദൗർബല്യമാണോ എന്നാണ്. പക്ഷെ ഇവിടെ റീച്ച് നോക്കുമ്പോൾ ഒരു സാധനം വരുന്നു, അപ്പൊ തന്നെ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള സാധനം വരുമ്പോൾ അതും അതേപോലെ തന്നെ സ്പ്രെഡ് ആവുക, ആ ഒരു റിയാക്ഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ റിയാക്റ്റീവ് ആയിട്ടാണ്, അല്ലാതെ ഇപ്പൊ നവകേരളവും വികസനവും പറയാനുള്ള സമയം കിട്ടുന്നില്ല. അതിലാണ് ഊന്നി നിന്നിരുന്നത്. പ്രതികരണമാണ് കൂടുതൽ. അതുപോലെ പാട്ട് പാരഡി വീണ്ടും വളരെ സ്വർണം കെട്ടതാരപ്പ എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അത് തിരിച്ചു വരവാണ് നടന്നത് കഴിഞ്ഞ ഒരു സാമാന്യം നീണ്ട ആയുർദൈർഘ്യമുള്ള പാട്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടതാണ്. ഇപ്പോൾ അത് വീണ്ടും അത് ഉണ്ടായത് ഒരു പാർട്ടി വാർ റൂമിലോ ഡിജിറ്റൽ മീഡിയ ഹെഡ്ക്വാർട്ടേഴ്സിലോ ഒന്നുമല്ല. ലീഗ് അനുഭാവിയായ ഒരു പ്രവാസി രചിച്ചത്. അത് വീണ്ടും ഈ ഇലക്ഷനിലും അതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്നത്. UDFനെ സിമിലർലി കോമ്പാറ്റീവ് ആൻഡ് നറേറ്റീവ് ഡ്രിവൺ എന്നാണ് ChatGPT വിശേഷിപ്പിച്ചത്. നേരെ തിരിച്ചാണ്, ആക്രമണോത്സുകമാണ്. അവര് ഓൺ ദി അറ്റാക്ക്, അജണ്ട സെറ്റ് ചെയ്യുന്നു. അതെ, എന്ത് വിഷയത്തിലാണ് നറേറ്റീവ്, എന്താണ്, എന്തിലാണ് ഇപ്പോൾ അടുത്തത് സംസാരിക്കേണ്ടത്, പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ഗവേണൻസിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. കൂടാതെ ചില പവർഫുൾ പേഴ്സണാലിറ്റീസിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടീസ് എന്ന് തന്നെ വിളിച്ച് ഇന്ദിരാഗാന്ധി ഇമേജസ്, ഉമ്മൻചാണ്ടി ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പിന്നെ സിനിമാ മീമുകൾ, ഇപ്പൊ രേവന്ത് റെഡ്ഡി വന്നിരുന്നപ്പോ നീ ഓ മോനെ വിജയ എന്ന് പറഞ്ഞത്, ആ ഡയലോഗ് കൊണ്ടുവന്നു, അത് പെട്ടെന്ന് വൈറലായി പോവുകയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനൊന്നും ഇല്ല. അല്ലെങ്കിലും മറ്റേതൊരു ഭരണകൂടമാണല്ലോ, ഗവൺമെന്റ് ആണല്ലോ, നിലനിൽക്കുന്ന ഗവൺമെന്റിന് എപ്പോഴും അതിന്റെ നേരെയാണ് ആക്രമണം കൂടുതൽ വരുന്നത്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. BJPയുടെ കേസിൽ ദേ ആർ ക്വയറ്റ് ഹ്യൂജ് വോള്യൂം കമ്പയർഡ് ടു ദ ടെക്സ്ചർ. കാരണം ഒരുപാട് സ്ഥലത്തുണ്ടാകുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ മൊത്തം BJP ഫേസ് ചെയ്ത് വിവിധ മണ്ഡലങ്ങളിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലോട്ടാണ് ശ്രദ്ധ പോകുന്നത്. വികസിത കേരളം പറയുന്നുണ്ട്, അപ്പൊ അതും ഒരു ഡിഫൻസിലേക്ക് പോകേണ്ടി വരുന്നു. കാരണം പെർട്ടിക്കുലർ അലിഗേഷൻസ് വരുന്നിടത്താണല്ലോ. അതുമല്ല, അവരുടെ ഫോക്കസ് ഇവന്റ് ഡ്രിവൺ ആണ്, ഹൈ വാല്യൂ പ്രൊഡക്ഷൻ. ഇന്നലത്തെ റോഡ് ഷോ പോലും ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്. അപ്പൊ അത് വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് വരുന്നത്.
അപ്പോൾ ഇന്നലെ കരമന കിള്ളിപ്പാലം പോലൊരു ഏരിയ അത് അപ്പോൾ നേമമണ്ഡലം ഇൻഫ്ലുവൻസ് ചെയ്യും, തിരുവനന്തപുരം മണ്ഡലം ഇൻഫ്ലുവൻസ് ചെയ്യും, എല്ലായിടത്തും ഡ്രോണൊക്കെ ഉപയോഗിച്ച് മറ്റേ നൈറ്റ് സൺസെറ്റ് ടൈമൊക്കെ എടുത്ത് അത് ഗംഭീരമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൈറലാക്കാൻ BJP ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഇവന്റ് ഡ്രിവൺ ആയിട്ട് വരുന്നു. ഇതിൽ മെയിൻ സ്ട്രീം മീഡിയയിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പിൽ ഓവർ ആവുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഉള്ളത് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ BJP കാൻഡിഡേറ്റ് ആയപ്പോൾ ബിഗ് ബോസ് താരം. അപ്പോൾ പുള്ളി വന്നപ്പോഴത്തേക്കും കാൻഡിഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1.5 ലക്ഷം ഫോളോവേഴ്സ് പോയി എന്ന് ഫേസ്ബുക്കിലും. അപ്പൊ അങ്ങനെ ചില ഇമ്പാക്ട് ഇതിൽ നമ്മൾ ശരി. അപ്പൊ അതിനകത്തെ ഹാർഡ് കോർ ആയിട്ടുള്ള ഇപ്പോൾ അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ലെഫ്റ്റിന്റെയും കോൺഗ്രസിനും ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം എക്സിറ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ സെലിബ്രിറ്റി വാല്യൂവിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ സോഷ്യൽ മീഡിയ റിഫ്ലക്ഷൻസ് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ആഴ്ച നമുക്ക് നോക്കാൻ പറ്റിയൊരു കാര്യം ആഡ് സ്പെൻഡ് എങ്ങനെയാണ് ഓരോ മുന്നണി എത്ര രൂപ ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിന് എത്രയാ ചെലവാക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ഡേറ്റ തരില്ല ആരും, എന്നാലും ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഗൂഗിളിൽ നിന്നും മെറ്റയിൽ നിന്നും ഒക്കെ ഇത് കിട്ടും. അപ്പോൾ ഇപ്പം നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും സാർ, നമ്മളേത് ന്യൂസ് സൈറ്റിൽ പോയാലും ആദ്യം ഒരു ആഡ് ക്ലോസ് ചെയ്യുക, അത് ഒരു മുന്നണിയുടെ ആയിരിക്കും, അപ്പം തന്നെ വേറൊരു ആഡ് അതിൻ്റെ പിറകിൽ ഇരിപ്പുണ്ട്. അങ്ങനെ വളരെ ആംപ്ലിഫൈഡ് ആയി. ഐ തിങ്ക് അടുത്തൊരു 2-3 ദിവസം ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ കിട്ടാവുന്ന കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ BJP ഈസ് ഫാർ അഹെഡ് ഇൻ ടേംസ് ഓഫ് ദി മണി സ്പെൻഡ്. അല്ല ഒരു സൈസ് ഫിഗർ 3 to 5 crores അടുത്തുള്ള ഒരു എമൗണ്ട് ഇതിനു വേണ്ടി പോകുന്നു. ചില്ലറയാണ് കേരളത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയായിരിക്കും. വേറെ കണക്കിൽ കണ്ടു വെസ്റ്റ് ബംഗാളിലും തമിഴ്നാടും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല കേരളത്തിലെ. അതെ, അതിൽ ഒരു വ്യത്യാസമുള്ളത് കേരളത്തിൽ പ്യുവർ ആഡ് സ്പെൻഡിങ് കൊണ്ട് മാത്രം നടക്കില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു ആർഗ്യുമെന്റേറ്റീവ് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ എടുത്തിരിക്കുന്ന അപ്രോച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ KPCCയും നാഷണൽ കോൺഗ്രസും IUML എല്ലാം ഉണ്ട്. CPM LDF അതിനോട് അടുത്ത് നിൽക്കുന്നു. കൂടുതലും ഇതിൽ പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് സറോഗേറ്റ് പ്രോക്സി പേജസ് ഉണ്ട്. അത് ആയിരക്കണക്കിന് പേജസ് ഓരോ മുന്നണിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് ആരുടെ അനുഭാവ പേജാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മനഃപൂർവ്വം തന്നെ മറ്റേ ഇറക്കി ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ നമുക്ക് ഒട്ടുമേ അറിയാൻ പറ്റാത്തത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ കണക്കാണ്. അപ്പോൾ ക്വിന്റിന്റെ റിപ്പോർട്ട് ഉണ്ടായത് 30,000-നടുത്ത് കോൺഗ്രസിന് മാത്രം കേരളത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പ് കോൺഗ്രസിനാണെന്നാണ് ക്വിന്റ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം SDPയുടെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴും മെസ്സേജ് ഗോസ് ത്രൂ വാട്സാപ്പ് ഗ്രൂപ്പ്സ് പുറത്താരും അറിയില്ല, അത് ഡിറ്റക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതെ, അതിലാണ് ക്വിന്റിന്റെ ലേഖകനാണ് പറയുന്നത് CPM ഇൻസ്റ്റാഗ്രാമിൽ അവരാണ് മുമ്പിൽ അല്ലേ? വാട്സാപ്പില് കോൺഗ്രസ് ആണ്, ഫേസ്ബുക്ക് BJPക്ക്, അതെ ഇൻസ്റ്റാഗ്രാം ലെഫ്റ്റ് ആണ്, BJP ഫേസ്ബുക്കിലാണ്. അത് ഈ ടാർഗറ്റ് ഓഡിയൻസിന്റെ പ്രായമായിട്ടും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. കാരണം ഇൻസ്റ്റാ ഈസ് യൂത്ത് ചെറുപ്പക്കാർക്കാണ്. അപ്പോൾ സ്റ്റുഡന്റ് മൂവ്മെന്റ് വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രീംസ് അതിലേക്ക് അതുകൊണ്ടാവാം. ഫേസ്ബുക്ക് കുടുംബങ്ങളുടെയും പ്രായമായവരുടെയാണ്, ആൾക്കാരുടെയാണ്. വാട്സാപ്പ് പിന്നെ പൂർണ്ണമായും കുടുംബങ്ങളുടെയും എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് അതിപ്രസരം ഇപ്പൊ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് വാട്സാപ്പാണ് വാസ്തവത്തിൽ ഏറ്റവും ഫലപ്രദമായ പ്രചരണം നടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ കോൺഗ്രസിനൊരു ചെറിയ മേൽക്കൈ ഉണ്ടെന്ന് പറയാം നമ്പറിന്റെ കാര്യത്തിൽ. ക്വിന്റ് ലേഖനം ശരിയാണെങ്കിൽ അതുപോലെ. പക്ഷെ കുറേ സൈലൻസ് ഉണ്ടല്ലോ, സൈലന്റ് മെജോറിറ്റി എന്ന് പറയുന്നവർ വാട്സാപ്പിൽ വളരെ ആക്റ്റീവ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ നിയമം ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കഴക്കൂട്ടം. അതിന് ബാറ്റിൽ ഗ്രൗണ്ട് ആണ്. 3 ചേരികളും ശക്തമായി രംഗത്തുണ്ട്. പക്ഷെ അവരൊരു നാഷണൽ സിഗ്നിഫിക്കൻസ് അങ്ങനെ ഇല്ല, നിയമത്തിന് കിട്ടുന്ന പോലെയുള്ള ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. ഹിസ്റ്റോറിക്കലി അനലൈസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, കഴക്കൂട്ടം മണ്ഡലം ഇറ്റ് വാസ് എ UDF സ്ട്രോങ് ദീർഘകാലം ആയിരുന്നു. അതിൽ പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ വരികയും പുള്ളി വളരെ ശക്തമായിട്ട് തന്നെ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് വെച്ചത് CPM-ന്റെ മണ്ഡലമായി. അത് കുറെ കാലം പറഞ്ഞ പോലെ ആന്റണിയും LR രവി ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അവിടുന്ന് ഇടതുപക്ഷത്തിലേക്ക് പോയി. അപ്പോൾ തന്നെയാണ് ടെക്നോ പാർക്കിന്റെ റൈസും, അതൊരു ടെക്നോ സബർബൺ ഏരിയ ആയി പ്രദേശത്തിന്റെ സ്വഭാവം മാറി.
അതേസമയം അതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. അതെ അതെ ശരിയാണ്. വോട്ട് ഇവിടെ ആയിരിക്കണം എന്നല്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കില്ല. അവർ ഏറ്റവും കൂടുതൽ പേര് അന്യസംസ്ഥാന ആൾക്കാർ ആയിരിക്കാം, മലയാളികളല്ലാത്തവരുണ്ട്. ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡിജിറ്റൽ മീഡിയ അവയർനെസ് അവിടെ വളരെ കൂടുതലുമാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടത്തി നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ 28-ൽ 14 വാർഡും ബി ജെ പി ആണ്. അപ്പൊ ഇപ്പൊ ബി ജെ പി വലിയ തോതിൽ വന്ന സ്ഥലമാണ്. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക്. ഇപ്പോൾ 24% വോട്ട് ഷെയറേ ഉള്ളൂ എന്ന് വേണേൽ. അപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇപ്രാവശ്യം ഒരു പിന്നെ സ്പൈക്ക് കിട്ടിയത് ശശി തരൂർ വന്ന് പുള്ളിയുടെ ക്യാമ്പയിൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ശശി തരൂരിന്റെ മേൽവിലാസത്തിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ വി മുരളീധരൻ, കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് കുറച്ചുകൂടെ കമ്പയർഡ് ടു വി മുരളീധരൻ. പക്ഷേ വി മുരളീധരന് പാർട്ടിയുടെ ബാക്കിങ്ങും പാർട്ടി സോഷ്യൽ മീഡിയ ഹാൻഡിൽസും നല്ല രീതിയിൽ പുള്ളിയെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ മുരളീധരനാണ് ഇപ്പോഴത്തെ ഹാസ് എ സ്ലൈറ്റ് എഡ്ജ്. അത് തന്നെ മനോരമ സി വോട്ടർ ഇതിലും റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 വോട്ടർ കോൺടെസ്റ്റിലേക്ക് അവിടെ 2 കാൻഡിഡേറ്റ് കോൺടെസ്റ്റിലേക്ക് അവിടെ നീങ്ങുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു സ്പോയിലർ ഇഫക്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വാശിയേറിയ ത്രികോണ മത്സരം എന്ന് പറയാൻ ബുദ്ധിമുട്ടായി അവിടെ UDF ഒരു മൂന്നാമനായി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്, പുറത്ത് കാണുന്നത്. അതെ. അപ്പൊ ഇതാണ് ഈ ഒരു വീക്കില് നമുക്കിനിപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഏത് ഇലക്ഷൻ എടുത്താലും, ഏത് വോട്ടിംഗ് പ്രിഫറൻസ് എടുത്താലും, ഏത് സ്ഥാനാർത്ഥി നിർണ്ണയം എടുത്താലും ഒക്കെ ജാതി മതം ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതെന്തെങ്കിലും പ്രതിഫലിക്കുമോ? ഈ ജാതി മതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ഏജ്, സ്വാഭാവികമായിട്ട് ഏജ് യങ്ങർ ആയിരിക്കും ഇരുന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനത്തെ ഒരു ചേരിതിരിവ് ഇല്ല. രണ്ടാമത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ള, ഫിസിക്കൽ വയലൻസ് അല്ലല്ലോ അവിടെ ഈ വെട്ടുകിളി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഓവർവെൽം ചെയ്ത് കളയും ആ രീതിയിൽ ഒരു സംസാരം നടന്നത്. അപ്പൊ ദാറ്റ് കീപ്സ് ഇറ്റ് കൈൻഡ് ഓഫ് സാനിറ്റൈസ്ഡ് ബ്രീഫ്ലി. അതെ, അത് നമ്മുടെ ഒരു രഹസ്യമായിട്ടേ ഉള്ളൂ. അതെ, ആരും പരസ്യമായിട്ട് ഇമാതിരി കാര്യങ്ങൾ എടുത്തിട്ടില്ല. കഴിഞ്ഞ തവണ ഈ കാഫിർ വിവാദമൊക്കെ വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയിലാണ് അത് കത്തിപ്പടർന്നത്. ഇപ്രാവശ്യം അതേപോലെ തന്നെ അവിടെ മണ്ഡലത്തിൽ ഇതേപോലെ പേരാമ്പ്രയിൽ ജാതിമതം ഉപയോഗിച്ച് സംസാരം നടക്കുന്നു. മറ്റേത് കാഫിർ സോഷ്യൽ മീഡിയയിലാണ് പ്രസന്റ് ആയത്, ഓർഗാനിക് ആയിരുന്നു, മറ്റേത് പുറത്താണെന്നേ ഉള്ളൂ. ഇപ്രാവശ്യം ഗുരുവായൂർ മണ്ഡലത്തിലും അതുപോലെ അതിന്റെ റിഫ്ലക്ഷനും ഇതിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ദി അതർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കേരളത്തിലെ എവിടെ എന്ത് നടന്നാലും ബാക്കി എല്ലായിടത്തോട്ടും അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിക്ക് ഇപ്രാവശ്യം സോഷ്യൽ മീഡിയ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതെ, അത് 3 പാർട്ടികളും അത് കാര്യമായി ആ രംഗത്ത് ശ്രദ്ധിക്കുകയും എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം സുജിത് ഭക്തൻ പോലെ ഇപ്പം ഷംസുദ്ദീൻ, ഷരീഖ് ഷംസുദ്ദീൻ്റെ, അപ്പൊ അവിടെ ഒരു ഇൻട്രസ്റ്റ്, പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കൊടുത്തു, രാജീവ് ചന്ദ്രശേഖർ കൊടുത്തു. ഈ രണ്ടുപേരുടെ ഇന്റർവ്യൂ നമ്മൾ നോക്കിയാൽ സുദീർഘമായ ഇന്റർവ്യൂ 2 ലക്ഷം 3 ലക്ഷം പേര് കണ്ടിരിക്കുന്നു. ഇത് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 2-3 ലക്ഷം എന്ന് പറഞ്ഞാൽ 1% ഉള്ളൂ ടോട്ടൽ വോട്ട്. പക്ഷേ ഇത് ക്ലിപ്പ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് 10 ലക്ഷം 20 ലക്ഷം പേരിലേക്ക് ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ആഡ് സ്പെൻഡ് ചിലപ്പം ഇൻസ്റ്റയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റീൽസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ പണ്ടൊക്കെ ഈ പറഞ്ഞ ബിസിനസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആൾക്കാർക്ക് രാഷ്ട്രീയത്തിലോട്ടുള്ള ഇൻഫ്ലുവൻസ് വേറൊരു വഴിയിലൂടെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പ്രൊമോട്ട് ചെയ്യലായിരുന്നു ബിസിനസ്സുകാർ. ഇപ്പൊ അത് മാറി. ഇപ്പൊ ഇവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതെ, മാത്രമല്ല ബിസിനസ്സുകാർ തന്നെ സ്ഥാനാർത്ഥികളായി എല്ലാ സ്ഥലത്തും. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ ഒരാൾ കേരളത്തിൽ തന്നെ മത്സരിക്കും. അതെ, അപ്പൊ പിന്നെ അവരുടെ സ്പെൻഡിങ് പവറും ഏത് രീതിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ചിലയിടത്ത് ഇപ്പൊ നമുക്കറിയത്തില്ല. അവര് സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറാണ് ലോക്കലി. അതെ, അല്ല അതുകൊണ്ട് ഭാവിയിൽ വരാൻ ആ ഒരു അനാലജി എടുക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ സുജിത് ഭക്തനും ഷരീഖ് ഷംസുദ്ദീനും ചിലപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് തന്നെ മത്സരിച്ചുകൂടാ. ഇപ്പൊ രമേശ് പിഷാരടി അവിടെ വലിയ സ്റ്റാറാണ് ആയത്. ഇത് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഏതൊരു കാൻഡിഡേറ്റിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്താലും രാഷ്ട്രീയക്കാരായ ഒരു കാൻഡിഡേറ്റിന് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 2-3 ഇരട്ടി ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെ, ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇവരിൽ ഒരാളെ ഏതെങ്കിലും ഒരു പാർട്ടി ആക്കിയാൽ അത്ഭുതപ്പെടാം. അവര് കാൻഡിഡേറ്റ്സ് ആവുമോ, അവര് ലീഡേഴ്സ് ആവുമോ, അങ്ങനെ ആയാൽ
ഈ ഫോളോവേഴ്സ് തുടരുമോ എന്നുള്ളതാണ് നേരത്തെ റോബിന്റെ കേസിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. എനിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നിടത്ത് പോയി അതോടെ കുറയും എന്തായാലും. മലയാളിക്ക് ആ ഒരു അതെ ഉണ്ട്. അതാണ് ഈ സിനിമാ താരങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ അത് അപകടമാവാറുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, മോഹൻലാലും CM-ഉമായിട്ടുള്ള ഇന്റർവ്യൂ ഇപ്പോഴും ട്രാക്ഷനുള്ള അതെ അതെ അതൊരു വാച്ചബിൾ ഇന്റർവ്യൂ ആണല്ലോ ഈ പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞ ഒരു PR എക്സസൈസ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പിണറായി വിജയനെ കുറിച്ച് അറിയാത്ത ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാണ്. അതുപോലത്തെ ട്രാക്ഷൻ വേറെ ഇന്റർവ്യൂസും വരുന്നില്ല, കാരണം സെലിബ്രിറ്റി രീതിയിൽ കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആകെ കലങ്ങി മറിഞ്ഞൊരു സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി 5 ദിവസം പോലും ഇല്ല. അതെ, ഇനി അതെ 72 മണിക്കൂറിൽ എന്തും സംഭവിക്കാം എന്നുള്ളത് പോലെ ഈ പോളില്. പക്ഷേ എല്ലാ പ്രീ പോൾ സർവേകളും കാണിക്കുന്നത് തരംഗങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. രഹസ്യ അല്ലെങ്കിൽ നിശബ്ദ തരംഗങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ള കാര്യം. അപ്പൊ അതിന്റെ ഒരു മെഷർ സോഷ്യൽ മീഡിയക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഫലം വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.